ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമായിരുന്നു ഈ സിനിമയിൽ കയറാൻ. സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എമ്പുരാനിലാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം കയറി. പിന്നെ വേറെ സ്ഥലത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയത്തും പിന്നെ പാലക്കാടൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടില്ല. വീട്ടിൽ നിന്ന് വിടാത്ത കാരണം അന്ന് അമ്മയുടെ കയ്യിൽ പൈസയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ പോയി വരണമെങ്കിലും പൈസ വേണമല്ലോ. പിന്നെ അവർ പൈസയും തരും നമുക്ക്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇത്രയും ദിവസം പണിയെടുത്താൽ അവർ പൈസ തരും. അങ്ങനെ എമ്പുരാനിൽ പോയപ്പോൾ മാത്രമാണ് ഒരു 500 രൂപ പൈസ കിട്ടി. അത് ഏജൻസി വഴി കിട്ടിയതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാലും മനസ്സിലാവും. സൺഡേ ഫണ്ടേ മലയാളം ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയാൽ അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടാവും. ഞാൻ ഷോർട്ട് ഫിലിം മാത്രമല്ല, ഡ്രാമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്തൊരു ക്യാഷ് അവാർഡും കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്കും ഈ പറഞ്ഞ പോലെ വേറെ ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്. ഞാനിതുവരെയായിട്ടും പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തൊന്നും പോയിട്ടില്ല. അത് ഇപ്പോഴും പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് അവൾക്ക് എടുത്തന്ന പോലെ എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്കെന്തിനാ ഇപ്പോൾ പാസ്പോർട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് ഇപ്പോൾ എടുത്ത് തന്നെയാണ്, പ്രശ്നമില്ലല്ലോ. പുറത്ത് പോകണമെങ്കിൽ വിസയല്ല ആവശ്യം. അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ ഞാൻ പാസ്പോർട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് പാസ്പോർട്ട് എടുത്തത്. അല്ല, എനിക്ക് പറഞ്ഞ പോലെ എന്താ പറയുക, പുറത്തൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്, വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. നമ്മൾ നാട്ടിൽ മാത്രമായിട്ട് എന്താ പറയുക, ചിലവർ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടുത്തെ എന്താ പറയുക, വയനാട്, ഊട്ടി, പിന്നെ കട്ടപ്പന, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. നമ്മൾ കാണേണ്ട കാഴ്ചകൾ പുറത്തുണ്ട്. പുറത്ത് നമ്മൾ കാണേണ്ട കാഴ്ചകളുണ്ട്. അവിടെ ഒന്നും പോയി ആരും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി കാണണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹം. എനിക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കിട്ടിയപ്പോഴാണ് എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റുക. അത് മുംബൈയിൽ ഞാൻ ഫ്ലൈറ്റിലാണ് പോയത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ മുംബൈയിൽ ഫ്ലൈറ്റിൽ പോയി. അന്ന് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത്. പിന്നെ ഞാൻ എന്താ പറയുക, അമ്മയുടെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എനിക്കിങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഇതൊക്കെ വരുമ്പോഴേ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പറയും, എനിക്ക് ഇന്ന സ്ഥലത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് തൃശ്ശൂരായിരിക്കാം, ചിലപ്പോൾ പാലക്കാടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക കോതമംഗലത്തോ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങോട്ടൊന്നും എൻ്റെ അമ്മ വിടില്ല. ആരെങ്കിലും കൂട്ടുണ്ടെങ്കിലേ വിടത്തും. അപ്പോൾ എല്ലാവരും ചോദിക്കുകയെ, അതെന്താണ് ആരെങ്കിലും കൂട്ടുകയോ, നിനക്ക് തന്നെ ഇപ്പോൾ വരുമ്പോൾ തനിയെ എന്നെ വിടൂല. അതിപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ തനിയെ വിടത്തി. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും വല്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും. ഞങ്ങളുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ശിവാനി അല്ലെങ്കിൽ ഋഷി, അതായത് ശിവാനി വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകിലൊക്കെ അഭിനയിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ആ കൊച്ചിനാണ് ഈ കോമഡീനെ കുറിച്ചൊക്കെ അറിയാവുന്നുണ്ടാകും. ഞാൻ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞൊരു കോമഡിയിലേക്ക് പോയിട്ടുണ്ടായി. പക്ഷെ അത് ഒരു ഓഡീഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഓഡീഷനാണ് അവിടെ പോയി അറ്റൻഡ് ചെയ്തത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അതിൻ്റെ ഒരു ഞങ്ങൾ എന്താ പറയുക, ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് തന്നെ. അതും അവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയത് മനോരമയിൽ. അപ്പോൾ അത് കിട്ടിയപ്പോൾ രണ്ടാമത്തെ ഓഡീഷൻ പിന്നെ കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയും ഒരെണ്ണം കൂടി പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അമ്മ തടസ്സമായിട്ട് വന്നത്. ഞാനും വേറെ കുട്ടിയുണ്ട്, ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിയായിട്ടാണ് പോയത്. ആ കൊച്ചിന് ഇതുപോലെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക്. പക്ഷെ ഇപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും കേട്ടോ, അങ്ങനെ പോവാതിരിക്കുന്നില്ല. പിന്നെ പഠിച്ചേക്കാൻ ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സാണ്. നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു വർക്കിന് ഞാൻ പോയായിരുന്നു.
അത് കുറച്ച് ദിവസമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ തന്നെ പറഞ്ഞു വിട്ടാ, അല്ലാതെ എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ നിൽക്കണമെന്ന് അവർക്ക്. പിന്നെ വേറെ എനിക്ക് ആഗ്രഹങ്ങൾ ഇത്രേ ഉള്ളൂ. എനിക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത്, വിദേശത്തൊക്കെ ഒന്ന് പോകണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. എനിക്ക് അവിടുത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിക്ക് ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അല്ല, അത് ജോലിയുടെ ഇതാണ്, ട്രെയിനിങ്ങിനായിട്ടാണ് പോയത്. അപ്പോൾ എനിക്കങ്ങനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊന്ന് പോയില്ല. അതുമാത്രമല്ല, പിന്നെ അമ്മയാണെങ്കിൽ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതൊക്കെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ ചാടി കളിക്കാൻ വരും. എന്തിനാ, നിനക്കതൊന്നും പറ്റില്ല, നിനക്ക് ഇന്ന ജോലി പറ്റില്ല, നിനക്ക് അന്ന ജോലി പറ്റില്ല, നിനക്ക് ഇത് പറ്റത്തുള്ളൂ, അത് പറ്റത്തുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചാടി കളിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോയത് മുംബൈയിലായിരുന്നു. അത് ഇവിടുത്തെ ഒരു കുട്ടിയുടെ കല്യാണത്തിനാണ് പോയത്. അതും വന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് തന്നെ, ഫസ്റ്റ് ടൈം. അത് മുംബൈയിൽ പോയപ്പോൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്ലൈറ്റിലൊന്നും കയറിയില്ല കേട്ടോ. ഇപ്പോഴും ആഗ്രഹമുണ്ട് എനിക്ക് പുറത്തൊക്കെ പോകണമെന്നും, അതായത് വിദേശത്തൊക്കെ പോകണമെന്ന് എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. പുറത്തെന്ന് വെച്ചാൽ വിദേശത്തൊക്കെയാണ് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരവസരം വരുമ്പോൾ എനിക്ക് വിദേശത്തു നിന്ന് ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും. എനിക്കൊരവസരം വന്നു കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് ഒരു വിസ കിട്ടിയാൽ ഞാൻ പോകും. പിന്നെ ഈ മൊബൈൽ ടെക്നീഷ്യൻ്റെ സംഭവങ്ങളൊക്കെ വിദേശത്തും ഉണ്ട്. പക്ഷെ അത് നാട്ടിലെ എക്സ്പീരിയൻസ് വന്നാലേ അങ്ങോട്ടേക്ക് കയറ്റി വിടും. അത് ഞാൻ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും ട്രെയിനിങ് ആട്ടെ. ഇതാണ് എൻ്റെ ആഗ്രഹങ്ങൾ. എനിക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ തന്നെ, പക്ഷെ അതൊന്നും ഇവിടെ അമ്മയുടെ അടുത്ത് ഞാൻ പറയാത്തതാണ്. കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആഗ്രഹങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ പറയും എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്നു, അല്ലെങ്കിൽ ചാടി കളിക്കാൻ വരും. അങ്ങനെ സ്വഭാവം അമ്മയുടെ. ഇപ്പം തന്നെ മൊബൈൽ ടെക്നീഷ്യൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും ട്രെയിനിങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ട്രെയിനിങ് ആയിട്ട് നിന്നോളാം. ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് പോയി ജോലി ചെയ്യാനാണ് എനിക്കാഗ്രഹം. അതിപ്പോൾ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ പോയി, വേറെ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈസ കൂടുതലായിരിക്കും. പൈസ കൂടുതലുള്ള സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഗൾഫാണെങ്കിൽ പൈസ കുറവാണ്, പോയി വരാനുള്ള ദൂരമുള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. എന്തെങ്കിലും ആഗ്രഹം നടക്കുമെന്ന് പ്രതീക്ഷിക്കും. ചിലവർ പറയും എന്തെങ്കിലും ആഗ്രഹം അത് നടക്കും, അങ്ങനെ നടക്കും എന്ന് പറയും. പക്ഷേ ഈ നടക്കാതിരിക്കാനുള്ള ആൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരാളുണ്ട്. പക്ഷെ ആൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സിനിമയുടെ ഇത് പറഞ്ഞപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളിപ്പോൾ തല്ലാൻ വരുന്ന സ്വഭാവമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അപ്പോഴും തല്ലാൻ വന്ന സ്വഭാവം. അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് എന്താ പറയുക, പുറത്തേക്കോ അതായത് വിദേശത്തേക്കോ ഈ പറഞ്ഞ പോലെ വർക്കിലൊന്നും വിടാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കിട്ടിയതാണ് എനിക്ക്. പാലക്കാട്, കോട്ടയത്തൊക്കെ കിട്ടിയതാണ്. ഈ അമ്മ ഒരാൾ കാരണം എനിക്കിപ്പോൾ അത് പോകാൻ പറ്റാതെ. ഇപ്പോഴും പോകാൻ ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും. ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം മാത്രമല്ല ഇപ്പോൾ ചെയ്തേക്കാം, ഡ്രാമയും മാത്രമല്ല, ഞാൻ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതമായിപ്പോയത് അതാണ്. ഒരു ആഡിന് എനിക്കൊരു അവസരം കിട്ടിയെന്നുള്ളൂ. അതും പ്രമോഷന് വേണ്ടിയിട്ട് ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പർ ചിരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് ഞാൻ പോയിട്ടുണ്ടായി. അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ ഓഡീഷൻ എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്താ പറയുക,
ഞാനും വേറൊരു കുട്ടിയായിട്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും പ്രാക്ടീസ് ചെയ്താണെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും തന്നെ അമ്മ തടസ്സം ഉണ്ടാക്കി. അമ്മ ചില കാര്യത്തിലൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ ആ പമ്പർച്ചിരിയിൽ ഞാനിപ്പോൾ പോകേണ്ട ഞാൻ, കാരണം അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം. അവിടെ ചിലപ്പോൾ നമ്മൾ വല്ല മറന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ അയച്ചു കൊടുത്തതിന് ചിലപ്പോൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ശരിക്കും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് അയച്ചു കൊടുക്കേണ്ടത്. തലേ ദിവസം ചിലവർ പ്രാക്ടീസ് ചെയ്യണ്ട. ഞാൻ ചുമ്മാ പറയണല്ലേ, ഓഡീഷൻ എവിടെ നടക്കാം, ബമ്പർ സീരിയൽ ഓഡീഷൻ ഉണ്ട്. അത് ചിലപ്പോൾ തലേ ദിവസം ഒരു പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ പിറ്റേ ദിവസം പോയിട്ട് അവിടെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും തന്നെ അവർക്ക് മനസ്സിലാവും ഇത് തലേ ദിവസം പ്രാക്ടീസ് ചെയ്ത സംഭവമാണ്, ഫുള്ളായിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അയച്ചു കൊടുക്കാൻ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അയച്ചു കൊടുത്താലാണ് അവർ വിളിക്കത്തുള്ളൂ. ഞങ്ങളങ്ങനെയാണ് വിളിച്ചത്. എന്നിട്ട് രണ്ടാമത്തെ ഓഡീഷൻ കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോഴാണ് അമ്മ തടസ്സമായിട്ട് വന്നത്. ഇപ്പോഴും അത് പോകാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും. അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല, വർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പോകും. മനസ്സിലായി? അതായത് വർക്ക് കിട്ടിക്കഴിഞ്ഞാലും സിനിമയിൽ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പോകും. ഒരു ആഡ് ഷൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും. ഗൈസ്, ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവർക്ക് ടാറ്റ ബൈ.